Oh, lag. Oh, heat ആയിട്ടാണ് ലാഗ് ആയിട്ട് വയ്യ. Oh shit. Так дайте пацанам посчитать потери. Суммы нули погибают на сцене. Снова один прогуляюсь без тени. Заливаю лик, поцелуй на шею. Капитан Бан, правый назад, черный каскад. Вижу твой взгляд, стебли горят. Мог тебя взять, но ты не моя. Так дайте пацанам посчитать потери. Суммы нули погибают на сцене. Снова один прогуляюсь без тени. Заливаю лик, поцелуй на шею. Капитан Бан, правый назад, черный каскад. Hi friends, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൊബൈൽ കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ഹീറ്റ് തന്നെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ആദ്യമേ ഞാനൊരു 50 mm PVC പൈപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹീറ്റ് സിങ്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പീസ് എടുത്തിട്ടുണ്ട് PVCയുടെ, ഒന്ന് 50 mm ഇനി ഒന്ന് 40 mm. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ മെഷർമെൻറ്റാണ് ഇത്. അപ്പം ഇത് ഓരോരോ ഫോണിൻ്റെ മേലെ ഡിപ്പെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫോൺ എടുക്കുക. അപ്പം ഇതിൻ്റെ അളവ് വെച്ചാണ് നമ്മളിത് ആക്കുന്നത്. ഓക്കെ, അപ്പം ഒന്ന് ഫോണിൻ്റെ വീതി പ്ലസ് നമുക്ക് ഫോണിൻ്റെ സൈഡിലേക്കുള്ള പോർഷനാണ് നമുക്ക് അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ സ്ക്വയറിൽ. അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇതേപോലെ ഹീറ്റ് സിങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ വെക്കുന്ന ഹോൾഡറാക്കി മാറ്റണം ഇതിനെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് ചെയ്ത് അതൊന്ന് ബെൻഡാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മുടെ അയൺ പ്രസ് വെച്ചിട്ട് നമുക്കൊന്ന് ഹീറ്റാക്കി ഒന്ന് മടക്കിയാൽ മതി. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ തന്നെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മൊബൈൽ ഹോൾഡർ ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ മൊബൈൽ ഹോൾഡർ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെയാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ അത് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് ഇതേപോലെ ഹീറ്റ് സിങ്ക് ഒട്ടിച്ച് വെക്കാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഹീറ്റ് സിങ്ക് ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ ഫിൻസ് വരുന്നത് മുകളിലേക്കാകുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഒരു ഇച്ചിരി പോർഷൻ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എറോഡൈൽറ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. അതായത് വലിയ ഫോണാണെങ്കിൽ, അതായത് വീതി കൂടിയ ഫോണാണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ഹീറ്റ് സിങ്ക് വെക്കാം. അപ്പോൾ ഹീറ്റ് സിങ്ക് വലുതാനുസരിച്ച് കൂളാകുന്നത് പെട്ടെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ പശയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എടുത്ത 50 mm ആ പീസ് നമുക്കിതേ മോട്ടറിൽ ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോട്ടറിൻ്റെ പകരം ആ 5 volts CPU ഫാൻ പോലത്തെ ഫാൻ കിട്ടും. അത് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കുറഞ്ഞിട്ട് അടിപൊളിയായിട്ട് വർക്കാവുന്നൊരു കൂളറാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എല്ലായിടത്തും കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു മിനി മോട്ടർ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 50 mm പീസ് നമ്മൾ ആ മോട്ടറിൽ ഒട്ടിച്ചു. ഇനി നമുക്ക് ആ മോട്ടറിനെ നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും എറോഡൈൽറ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്കൊന്നും നമ്മുടെ ഗ്ലൂ പറ്റാൻ പാടില്ല. പറ്റിക്കഴിഞ്ഞാൽ മോട്ടർ ജാമായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്കിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 വയർ നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ കാണിച്ച ആ 40 mm പീസ് ഞാൻ ഇച്ചിരി ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഒരു ഫാൻ രൂപമാക്കിയിട്ട് നമ്മുടെ ഷാഫ്റ്റിലേക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ PVCയുടെ വട്ടം അത് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ഇതേപോലെ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ എറോഡൈൽറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും വിട്ടുപോയില്ല. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ആയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അതിന് ഞാൻ ഇച്ചിരി പെയിൻറ്റ് ചെയ്ത്
അതിന് പിന്നെ ഒരു സൈഡ് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു 10 mm പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അത് ഫോണിൻ്റെ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു ഫീമെയിൽ പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക്, വയറിലേക്ക്. അപ്പം അത് നിങ്ങൾക്ക് Type-C ഇല്ലെങ്കിൽ USB എന്തിനെ വേണമെങ്കിലും ഫീമെയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ചാർജർ മൊബൈൽ ചാർജർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ചാർജറാണ്. അതാ ഇതിൻ്റെ മെയിൽ പോർട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ മൊബൈലിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മോട്ടറിന് കണക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, മോട്ടറിന് കാറ്റ് താഴേക്ക് അടിക്കുന്ന പോലെ വേണ്ടി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആകുന്നുണ്ട്. കണ്ടോ, കാറ്റ് കണ്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിന് താഴേക്ക് കാറ്റടിക്കുന്ന പോലെ നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇരുന്ന് ഗെയിമും കളിക്കാൻ പറ്റും. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.